റഹീസ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൽപേഷ് എന്നൊരു കഥാപാത്രമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. കൽപേഷ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കൽപേഷിനെയാണ്. കൽപേഷ് ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിരിക്കുകയാണ്. സ്വർണം വാങ്ങിയിട്ടുണ്ട്, അതിന് പ്രതിഫലം കിട്ടി. കൂടുതലായി എന്തൊക്കെ വ്യക്തമാക്കുന്നു? അനുജ, ഈ വിവരവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ കൽപേഷിനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരാണെന്ന് പറയൂ, അതിനുശേഷം താൻ സംസാരിക്കാമെന്നാണ്. അപ്പോൾ അത് നമ്മൾ വേറൊരു രീതിയിൽ അദ്ദേഹവുമായി സംസാരിച്ചു. അതിനുശേഷം ഈ പറയുന്ന ഈ ജ്വല്ലറിയിലേക്ക്, അതായത് കൽപേഷ് ജോലി ചെയ്യുന്നത് ചെന്നൈയിലെ വീരപ്പൻ സ്ട്രീറ്റിലുള്ള ഒരു ജ്വല്ലറിയിലാണ്. കാളികുണ്ട് ജ്വല്ലേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. വീരപ്പൻ സ്ട്രീറ്റിലെ ജ്വല്ലറിയാണ്. അപ്പോൾ ആ ജ്വല്ലേഴ്സിലേക്ക് നമ്മൾ ചെല്ലുന്നു, കൽപേഷിനെ കാണുന്നു. കൽപേഷിനെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ റോദം ജ്വല്ലറി, ഗോവർദ്ധൻ്റെ റോദം ജ്വല്ലറിയുമായി ഈ ക്രിയേഷൻസിന് ഈ പറയുന്ന ഈ ചെന്നൈയിലെ KKJ ഗോൾഡിന് ദീർഘകാലമായുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലതവണ സ്വർണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമൊക്കെ കൊണ്ടുപോവുകയും അതിൻ്റെ ഇടപാടുകളൊക്കെ ഇവർ തമ്മിൽ നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ റോദം ജ്വല്ലറിയിലേക്ക് പോകാനായി ഈ കാളികുണ്ട് ജ്വല്ലേഴ്സ് അതിൻ്റെ ഒരേ ഒരു സ്റ്റാഫായ കൽപേഷിനെ ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അതായത് കൽപേഷിന് ഈ കൊണ്ടുപോയത് ഇത്തരത്തിൽ കവർച്ച ചെയ്ത സ്വർണമാണെന്നോ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ ഭാഗമാണെന്നോ ഇതൊന്നും കൽപേഷിന് അറിയില്ല എന്നാണ് കൽപേഷ് തന്നെ പറയുന്നത്. അദ്ദേഹം 12 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഒരു ദൂതനെത്തി. സ്മാർട്ട് ക്രിയേഷൻസിന്റെ സ്റ്റാഫ് ഇവിടെ വന്ന് ഇത്തരത്തിൽ റോദം ജ്വല്ലേഴ്സിലേക്ക് ഒരു ബോക്സ് കൊണ്ടുപോകണം, അതിൽ സ്വർണ്ണമാണെന്ന് പറയുന്നു. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസും റോദം ജ്വല്ലേഴ്സുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ റോദം ജ്വല്ലേഴ്സും ഒപ്പം KKJ ഈ പറയുന്ന കൽപേഷ് ജോലി ചെയ്യുന്ന കാളികുണ്ട് ജ്വല്ലേഴ്സുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി പണം നൽകുന്നു. 35,000 രൂപയോളം നൽകിയെന്നും എത്ര രൂപ കൃത്യമായി ഓർമ്മയില്ല. അതായത് ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടി 35,000 രൂപയോളം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാഫായിട്ടുള്ള കൽപേഷ് പോയി സ്വർണം എടുക്കുന്നു, ഇത് കാളികുണ്ട് ജ്വല്ലേഴ്സിൽ വെക്കുന്നു. അതിനുശേഷം 10 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് പിന്നീട് റോദം ജ്വല്ലേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിനിടയിൽ ഇത്ര കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ കൂടുതലായി തനിക്കൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അദ്ദേഹത്തിനെ തനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി കേട്ടിട്ടുള്ളത്. തനിക്ക് യാതൊരു തരത്തിലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ പാർട്ട്ണറോ ബിനാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട SIT സംഘം ഒരു തവണ പോലും തന്നെ കാണാൻ എത്തുകയോ അല്ലെങ്കിൽ തന്നിൽ നിന്ന് വിവരങ്ങൾ തേടുകയോ ചെയ്തിട്ടില്ല എന്ന് കൂടി കൽപേഷ് പറയുകയാണ്. ഈ ജ്വല്ലേഴ്സ് നേരത്തെയായി ഇതിന് 2 ബ്രാഞ്ചുകൾ ഈ ചെന്നൈയിൽ ഇവിടെ ഉണ്ട്. അതായത് ഈ ചല്ലനി പ്ലാസ, വീരപ്പൻ സ്ട്രീറ്റ്, ഇവിടെ ഇവർക്ക് 2 ജ്വല്ലേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജ്വല്ലറിയിൽ അവരെ തിരക്കിപ്പോയപ്പോൾ അത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിയതാണ്. അതിനുശേഷം പിന്നീട് ലഭിച്ച പല നമ്പറുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ കൽപേഷിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ കൽപേഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞു, കൽപേഷിന്റെ പ്രതികരണം എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണമാണ് എന്ന് താൻ അറിഞ്ഞില്ല, അത്തരത്തിലാണ് താൻ സ്വർണം കൊണ്ടു കൊടുത്തത് എന്നാണ് കൽപേഷ് പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൽപേഷ് വഴിയാണ് എന്തായാലും സ്വർണം പോയിരിക്കുന്നത് എന്നുള്ള കാര്യം കൽപേഷ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുണ്ട്, നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്ക് എന്തെങ്കിലും കൽപേഷ് പറയുന്നുണ്ടോ? ഒറ്റത്തവണ മാത്രമാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി സ്വർണം ശേഖരിച്ചത്? അങ്ങനെ കൂടുതൽ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാനായോ? അനുജ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഒരൊറ്റ തവണ മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസുമായി തനിക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ബന്ധമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. താൻ ഈ കമ്പനിയുടെ സ്റ്റാഫ് എന്ന രീതിയിൽ റോദം ജ്വല്ലേഴ്സുമായിട്ട് തങ്ങൾക്ക് 2007 മുതൽ ബന്ധമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇടപെടുന്നവരായതുകൊണ്ട് റോദം ജ്വല്ലേഴ്സ് തങ്ങൾക്കായി ഒരു പാക്കറ്റ് ഉണ്ടാകുമെന്ന് അറിയിച്ചു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഒരു പാക്കറ്റ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയിച്ച് അത് ഗോൾഡാണ് എന്ന്, സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് അതിന് പണം നൽകിയിട്ടാണ് അവർ മടങ്ങിയത്. അതിന് പിന്നാലെ സ്വർണം എടുക്കാൻ വേണ്ടി കൽപേഷ് പോയിട്ടുണ്ട്. അത് കൽപേഷ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ കൽപേഷ് അവിടെ പോകുന്നു, സ്വർണം കളക്ട് ചെയ്യുന്നു, തിരിച്ച് ചെന്നൈയിലെ ഇവിടേക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് ഇത് വെക്കുന്നു. അതിന് പിന്നാലെ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ റോദം ജ്വല്ലേഴ്സിലേക്ക് കൽപേഷ് ഈ സ്വർണം എത്തിക്കുന്നത്. ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ഇവർ ഇങ്ങനെ പോയി പലതരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പിടികളൊക്കെ നൽകാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ എത്തിക്കാറുണ്ട്. തങ്ങളുടെ ഒരു ഗുഡ് കസ്റ്റമറാണ് എന്നുകൂടിയാണ് ഇവർ പറഞ്ഞത്. വർഷങ്ങളായി തങ്ങൾക്കറിയുന്ന കസ്റ്റമറാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉപാധിയായി മാത്രമാണ്
താൻ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ സ്വർണം ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കുന്നു. കൽപേഷ് എന്ന് പറയുന്ന ഒരു സാധാരണ ജീവനക്കാരൻ മാത്രമാണോ റഹീസ്? ഒരു സാധാരണക്കാരനായ ജീവനക്കാരൻ, ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് കൽപേഷ് എന്ന് നമ്മൾ കരുതണമോ? ആദ്യഘട്ടത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് സൂചന ലഭിക്കുന്ന ലീഡുകളൊന്നും അദ്ദേഹത്തിന് ബൈറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അതൊരുപക്ഷെ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോൾ ഈ ബൈറ്റ് മാത്രം മതിയാവുകയില്ല അദ്ദേഹത്തിന് ഈ തൻ്റെ ഭാഗം സാധൂകരിക്കാൻ, തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ. ഒരുപക്ഷെ ഈ ഒരു പ്രതികരണം മാത്രം അദ്ദേഹത്തിന് മതിയാവുകയില്ല. കാരണം SIT സംഘം ഒരുപക്ഷെ ഇനി എല്ലാ തെളിവുകളും ശേഖരിച്ചതിനു ശേഷമാണോ ഇദ്ദേഹത്തിനെ കാണാനെത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. അത്ര സീക്രസിയിൽ നടക്കുന്ന ഒരു അന്വേഷണം. അപ്പോൾ ലീഡുകൾ വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിനെ ഇതുവരെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നതിൽ രണ്ട് ഭാഗം വേണമെങ്കിൽ കരുതാം. ഒന്നുകിൽ കൽപേഷ് പറയുന്നത് പോലെ അദ്ദേഹം ട്രാൻസ്പോർട്ടേഷൻ മാത്രമുള്ള ഒരു ജീവനക്കാരൻ, അദ്ദേഹം അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഈ കിട്ടിയ ഗോൾഡ് കൊടുത്തതിന് ശേഷം തിരികെ വന്നു എന്നുള്ളത് മാത്രം വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അതിലേക്ക് കൂടുതൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിനാമി എന്ന തരത്തിലൊക്കെ ഇടയ്ക്ക് ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇടയുണ്ടെങ്കിൽ അത് കൽപേഷിനോട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം SIT സംഘം ചോദ്യം ചെയ്യാൻ എത്തുമ്പോഴായിരിക്കും SIT ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും കൽപേഷിന് കൂടുതൽ മറുപടി പറയുകയും വേണ്ടത്. എന്തായാലും നമ്മളുടെ ചോദ്യങ്ങൾക്ക്, നമ്മളുടെ പ്രാഥമിക ഘട്ടത്തിലുള്ള സംശയങ്ങൾക്ക്, ഇത്രയും ദിവസം നടന്ന ചർച്ചകൾക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തിയെ കുറിച്ച് അറിയില്ല, അങ്ങനെ ഒരു പേര് പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രതികരണം അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. കാരണം ഈ റോതം ജുവലേഴ്സ് ഈ കേസിൽ റോതം ജുവലേഴ്സിൽ പരിശോധനയും അവരുടെ പേരുകളൊക്കെ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ ഈ ജ്വല്ലറിയും ഈ കേസിനെ പറ്റി തിരക്കിയിരുന്നു. അപ്പോൾ റോതം ജ്വല്ലറി ഉടമയുമായി സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ കേസിനെ പറ്റി ഇവർക്കറിയാം. ഇതൊരു മോഷണം ഇതിനകത്തുണ്ടെന്നും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട സംഭവമാണെന്നും അതൊക്കെ ഇവർക്ക് പിന്നീടാണ് മനസ്സിലായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് അത് ഈ അടുത്ത് മാത്രമാണ് താൻ കേൾക്കുന്നത്. അദ്ദേഹവുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധം തനിക്കില്ല, അദ്ദേഹത്തിനെ ഒരിക്കലും കണ്ടിട്ടില്ല, ആ പേര് കേട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ കൽപേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൽപേഷ് ഇവിടേക്ക് എത്തിയത് ഒരു ബൈക്കിലൊക്കെ ആയിരുന്നു. നമ്മൾ വഴിയിൽ നിന്ന് അദ്ദേഹത്തിനെ കാണുകയൊക്കെ ചെയ്തു. അദ്ദേഹം നമ്മൾക്ക് നൽകിയ അഡ്രസ്സിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ടോ എന്നറിയാനായി അദ്ദേഹത്തിനെ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണഗതിയിൽ തൻ്റെ മുതലാളിയുമായി, സ്ഥാപന ഉടമയുമായി ബൈക്കിന് പിന്നാലെ വരുന്നു. അദ്ദേഹം നമ്മളെ കണ്ടിട്ട് നമ്മളാണോ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം മുകളിലേക്ക് കയറി പോകുന്നതും. അതായത് 2ാം നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉള്ളത്. അവിടെ എത്തിയതിനു ശേഷം അവർ മുതലാളിയാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് കുറേയായി ഹിന്ദി മാത്രമാണ് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുമുണ്ട്. ആ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നമുക്കിത് ബൈറ്റായി നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം അത് ബൈറ്റായി നൽകുന്നു. തൻ്റെ ഭാഗം ഇതാണ് എന്ന് ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, സ്വർണമാണ്, ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണമാണ് എന്നുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു, ഈ സംഘവുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളെ അറിയില്ല, ശബരിമലയിൽ നിന്നുള്ള സ്വർണമാണ് എന്നതൊന്നും അറിയില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ഒരു പൊതി വാങ്ങിയിട്ടുണ്ട്. അത് ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് 35,000 രൂപ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. താൻ ജോലി ചെയ്യുന്ന ജ്വല്ലറിക്ക് പ്രതിഫലം എന്ന തരത്തിലേക്ക് അത് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് കൽപേഷ് വെളിപ്പെടുത്തിയത്. രാജസ്ഥാൻ സ്വദേശിയാണ്, ചെന്നൈയിലെ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുകയാണ് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം, പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും ഗോവർദ്ധന്റെ റോത്തം ജ്വല്ലറിയുമായി ബന്ധമുണ്ട്, അടുപ്പമുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഒരു പൊതി വാങ്ങി എത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൽപേഷ് ക്യാമറയ്ക്ക് മുന്നിൽ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ കൽപേഷ് എന്നുള്ളത് സാങ്കല്പിക കഥാപാത്രമല്ല, അത് രാജസ്ഥാൻ സ്വദേശിയായ ചെന്നൈയിലെ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നതാണ്. അല്പസമയം മുൻപാണ് 24 ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. SIT ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കൽപേഷ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.